ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മഹേഷ് രാമനാഥൻ പറയുന്നുണ്ട്, എങ്ങാനും വിനോദ് പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ലതായിരുന്നു. വിനോദിന്റെയും അതുപോലെ തന്നെ സുചിത്രയുടെ വിവാഹം നടത്താറുണ്ടെങ്കിൽ ഇഷിതൊക്കെ ഒരു കൂട്ടായാനെ. പിന്നെ അറിയാലോ, മുമ്പും ഞാൻ അയാൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദ് ഉള്ളപ്പോ അയാളെ പരിഭവങ്ങളും വിഷമങ്ങളൊക്കെ വിനോദിനോടാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിനോദ് വന്നിരുന്നെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ ആശ്വാസമാകും. അതുകൊണ്ട് തന്നെ സുചിത്രയും ഉണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ഇന്നു മുതൽ എന്റെ പരിശ്രമം തുടങ്ങാച്ചാ, വിനോദിനെ പുറത്തിറങ്ങാനുള്ള പരിശ്രമം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് വേണ്ട, അച്ഛൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാൻ വിനോദിനെ കണ്ടിട്ട് വരാം. അല്ല, വിനോദിനെ കാണാൻ നിന്നെ സമ്മതിക്കോ, നോക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് നേരെ പോണ ജയിലിലേക്കാണ്. ജയിലിൽ വിനോദ് കാണുമ്പോ തന്നെ വേഗം മഹേഷിനെ കാണാൻ ഓടി മഹേഷിന്റെ അടുത്തേക്ക് വരും കേട്ടോ. ഏട്ടാ, ഞാൻ ഏട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ. ഏട്ടന് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ? ഇപ്പൊ നിന്റെ ഏട്ടന് കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് പറയാണ്. ഇപ്പൊ എനിക്ക് ആകെയുള്ള വിഷമം നീ പുറത്തു വരുന്നില്ലെന്ന് ഓർത്തിട്ടാണ്. അല്ല, എടുത്തിക്ക് എങ്ങനെയുണ്ട് ഏട്ടാ എന്ന് ചോദിക്കുമ്പോ അവള് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? എടുത്തിക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ട, അവളുടെ മാനസികതയിൽ തെറ്റിക്കായിട്ട് കുറെ പേര് ചുറ്റും തന്നെ ഉണ്ടല്ലോ. രചനയൊക്കെ കയറി വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞടാ, ചിപ്പിനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോ അവൾ ആകെ തളർന്നു പോയെന്നോ? എടുത്ത് നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ, ഒരു ഡോക്ടർ അല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? ആ, നിന്റെ എടുത്തിന്റെ പഴയ ധൈര്യവും ആ ഒരു സ്ട്രോങ്നെസ് ഒക്കെ എപ്പോഴേ നഷ്ടപ്പെട്ടു. എടുത്ത് ഇപ്പൊ സാധാരണ പെണ്ണുങ്ങളെ പോലെ ഒരു സാധാരണ ഒരു പെണ്ണായി. ഒരു പെട്ടെന്ന് വിഷമമൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു സ്ത്രീ. എടുത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേട്ടാ എന്ന് പറയാണ്. പിന്നെ നിന്റെ അടുത്തിന് പഴയപോലെ ആവണമെന്നുണ്ടെങ്കിൽ നീയും സുജിത്തിന്റെ വിവാഹം കഴിയണം. നീ പുറത്തുണ്ടാവണം, സുജി നമ്മുടെ വീട്ടിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നിന്റെ അടുത്തേക്ക് സമാധാനം നിന്ന് കിട്ടുള്ളൂ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന വിചാരമൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു ഏട്ടാ. എനിക്ക് തോന്നണില്ല എനിക്കിനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നു. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, ഇനിയിപ്പോ വിചാരണ തുടങ്ങാൻ അധിക ദിവസമില്ലല്ലോ. ആദരനെ കുറിച്ച് ഒരു അറിവും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നണില്ല ഏട്ടാ എനിക്കിനി പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. എടാ, ആദരനെ കണ്ടുപിടിക്കാൻ സുഖമായിട്ട് പറ്റും. ഞാൻ അതിനുള്ള പരിശ്രമം തുടങ്ങുവാണ്. ആതിരെന്തായാലും കോടതി നിനക്ക് അനുകൂലമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ, അതെനിക്കറിയാം. ആതിരനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അഥവാ ആതിരനെ കണ്ടുപിടിച്ച് എനിക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ഏട്ടനെ നീ ഇനി കാണില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ്. അത് കേട്ടിട്ട് വിനോദ് മനസ്സിലാക്കിയാണ്, ഏട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇനി ആതിരനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഏട്ടൻ ഇനി ജീവനോട് ഉണ്ടാവില്ലെന്നാണോ? ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദ് പൊട്ടിക്കരയാട്ടോ. അതിനുശേഷം മഹേഷ് നേരെ പോകുന്നത് സുചിത്രയുടെ അടുത്തേക്കാണ്. സുചിത്ര മഹേഷിനെ കാണുമ്പോ മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ മഹേഷ് ഏട്ടാ, ഇഷിതേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. ഇഷിതക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, അറിയാലോ അയാളുടെ സ്വഭാവം. ഇപ്പൊ ആകെ ഒരു പേടി, ഒരു പരിഭ്രമമൊക്കെയാണ് അയാൾക്ക്. ഞാൻ അറിഞ്ഞു മഹേഷ് ഏട്ടാ, രചന വന്നിരുന്നു ഫ്ലാറ്റിലല്ലേ, അതേ പിന്നെയാണ് ഇങ്ങനെയൊക്കെ ആയല്ലേ. എന്ത് പറയാനാ, അയാൾക്ക് ആകെ വല്ലാത്ത വിഷമമാണ്. ഇനി അയാളെ വിഷമമൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിന്റെയും വിനോദിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അത് നടക്കും ഏട്ടാ. എനിക്കിപ്പോ ആ പ്രതീക്ഷയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആതിരനെ കണ്ടുപിടിക്കണ്ടേ? അല്ല, അതാ ഞാൻ പറയാൻ വന്നത് സുചിത്ര അടുത്ത്. ആതിരനെ നമുക്ക് തന്നെ കണ്ടുപിടിക്കണം. അല്ല, ആതിരനെ ചെന്നൈയിലേക്ക് എവിടെ മാറ്റിയെന്നല്ലേ സുചിത്ര പറഞ്ഞത്? അതെ, അത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത് അവര് നമ്മുടെ കണ്ണു മൂടി കെട്ടിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ഈ ആതിര മുമ്പ് നിന്നെടുത്ത അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി ഞാനായിട്ട് ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്. ആ ചേച്ചി എന്നോട് ഒരു ദിവസം പറഞ്ഞതാണ്, ആതിര പുറത്തേക്കൊന്നും പോയിട്ടില്ല, അവിടെ എവിടെയോ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് എന്ന്. അവളുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും മാത്രമേ പുറത്ത് ചെന്നൈയിലേക്ക് എന്തോ പോയിട്ടുള്ളൂ. ഈ അച്ഛൻ എന്ന് പറഞ്ഞത് അവളുടെ രണ്ടാനച്ഛനാണ്. പണത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്. അവള് മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എങ്കിൽ ഇവിടെ എവിടെയോ ഉണ്ടെങ്കിൽ അവൾ ആകാശിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. അല്ല, അവളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവള് വിനോദിന് അനുകൂലമായിട്ട് സാക്ഷി പറയുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവളെങ്ങനെ കൊന്നു കാണുമായിരിക്കും? കൊല്ലില്ല, പക്ഷെ അവൾക്ക് വല്ല മയക്കുമരുന്ന് കൊടുത്തിട്ട് അവളെ തളർത്തി കിടത്തി കാണുമായിരിക്കും, അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയില്. അതാകുമ്പോഴേക്കും കോടതിയിൽ ഹാജരാക്കിയാലും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ മാനസിക തെറ്റിന്റെ കാരണം വിനോദാണെന്ന് അവർക്ക് വാദിക്കുകയും ചെയ്യും. അയ്യോ മഹേഷ് ഏട്ടാ, ഇതൊക്കെ കേട്ട് എനിക്ക് പേടിയാവാ. പേടിക്കൊന്നും വേണ്ട സുജി, ഞാനൊരു ചാൻസ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആകാശിന്റെ പുറത്തേക്കുള്ള പോക്കും ആകാശിനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അതിലേക്ക് നമുക്ക് ആതിരയുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. ഞാനുണ്ട് മഹേഷിന്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. ശരി, ഞാൻ അതിനായിട്ടുള്ള അന്വേഷണം തുടങ്ങുവാണ്. അതിനുവേണ്ടി എനിക്കൊരാളെ കാണാൻ പോണം, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് നേരെ പോണത് സാന്ദ്രന്റെ അടുത്തേക്കാട്ടോ. സാന്ദ്ര രാത്രിയായിട്ടോ. അപ്പൊ സാന്ദ്ര എങ്ങിട്ടത്തേക്കിന കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട്, സാന്ദ്ര മേഡത്തിനെ കാണാൻ വേണ്ടി ഒരാള് വന്നിട്ടുണ്ട്. ആരാ? മഹേഷ് എന്നാ പേര് പറഞ്ഞത്. കടത്തിവിടൂ എന്ന് സാന്ദ്ര പറയാണ്.
മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ രാത്രി മഹേഷ് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്ന് സാന്ദ്ര വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ മഹേഷ് വരുവാണ്. സാന്ദ്ര ചോദിക്കണ്ട എന്താ മഹേഷ്, ഇനി എന്റെ ആവശ്യമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ടല്ലേ പോയത്. എടോ അതപ്പത്തെ മാനസികാവസ്ഥ പറഞ്ഞു പോയതാണ്. എനിക്ക് തന്നെ ഒരു സഹായം വേണം. ആ സഹായത്തിന് മാത്രമല്ലേ മഹേഷ് വരുള്ളൂ. കാണിച്ചു തന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം മഹേഷ് ആണല്ലോ ചെയ്യണത്. എടോ താനതൊക്കെ വിട്ടുകളാ, ഞാനിപ്പോ ഒരു സഹായത്തിന് വേണ്ടി വന്നതാണ്. എന്താ വേണ്ടത് പറയൂ. അല്ല ആതിര കേസ് തനിക്ക് അറിയാലോ. അറിയാ, എന്റെ അനിയൻ നിരപരാധിയാണ്. അവനിപ്പോ ജയിലിൽ കിടക്കാണ്. ആതിര കേസ് വീണ്ടും വിചാരണ തുടങ്ങുവാണല്ലോ. അവന് എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ പുറത്തെടുക്കണം. ആതിര ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ആതിരനെ സംരക്ഷിക്കുന്നത് അവനായിരിക്കും. ആ ആകാശ് മേനോന്റെ പുറത്തേക്കുള്ള പോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് താനൊന്ന് ഒരു ആരെങ്കിലും വിട്ടൊന്ന് അന്വേഷിപ്പിച്ച് അപ്പൊ കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അല്ലെങ്കിൽ മഹേഷ് അങ്ങനെയാണല്ലോ, ആളെവിടെ ഉണ്ടെന്ന് മാത്രം കാണിച്ചു തന്നാൽ മതിയല്ലോ, ബാക്കി ഇടിയും പിടിയൊക്കെ മഹേഷ് ആണല്ലോ ചെയ്യണത്. ശരി മഹേഷ്, ഞാൻ ഈ സഹായം എന്തായാലും മഹേഷിന് ചെയ്തു തന്നിരിക്കും. താങ്ക് യു, എത്രയും പെട്ടെന്ന് ചെയ്തു തരണേ. തീർച്ചയായിട്ടും നാളെ തന്നെ എന്റെ അന്വേഷണം തുടങ്ങാണ് എന്ന് സാന്ദ്ര പറയാണ്. മഹേഷിന് സമാധാനാവാണ്. മഹേഷ് അവിടെ നിന്ന് പോവാട്ടോ. ശേഷം സാന്ദ്ര ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അതെ, എന്റെ ഫ്രണ്ടാണ് മഹേഷ്, അറിയാലോ. അറിയാം മാഡം. അയാൾ ഇപ്പൊ എനിക്ക് വീണ്ടും ഒരു സഹായം ചോദിച്ചിരിക്കുക. മുമ്പൊരു സഹായം ചോദിച്ചു, അതെനിക്ക് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ആകാശ് മേനോന്റെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശ് മേനോനെ അറിയാലോ. അറിയാം, ആ അൻസാരിദാസിന്റെ വലം കൈ അല്ലേ. അതെ, അവരെവിടെയാ പോണത്, എന്താ ചെയ്യുന്നതൊക്കെ താനൊന്ന് അന്വേഷിക്കണം. തീർച്ചയായിട്ടും മാഡം. പിന്നെ ഇത് വേറെ ആരും അറിയാൻ പാടില്ല. തീർച്ചയായിട്ടും മാഡം, വേറെ ആരും അറിയില്ല, ഞാൻ അന്വേഷിച്ചോളാം എന്ന് ആ കോൺസ്റ്റബിൾ സാന്ദ്ര അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് ഇഷിതേനെയാണ്. ഇഷിതയുടെ അടുത്ത് പ്രിയാമണി ഇരുന്നിട്ട് ജ്യൂസ് ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാട്ടോ. പ്രിയാമണി പറയുന്നുണ്ട്, മോളെ, എന്റെ മോള് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു മോളാണ്. എല്ലാവരുടെ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കുന്ന ഒരു മോളാണ്. പക്ഷെ ഇപ്പൊ നീ കാണാം എന്തോരം പേരാ വിഷമിക്കണത്. എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ല മോളെ എന്നൊക്കെ പ്രിയാമണി പറയാണ്. മാഷ് അവിടേക്ക് വരുന്നുണ്ട്. പ്രിയെ, താനൊന്ന് പുറത്തു പോ, എനിക്ക് എന്റെ മോളോട് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ പ്രിയാമണി പുറത്തേക്ക് പോകുന്നുണ്ട്. മാഷ് ഇഷിതെടുത്ത് പറയുന്നുണ്ട്, മോളെ, മോൾക്കറിയാവല്ലോ യശോദയുടെ കഥ, എന്തൊരവസ്ഥയാണ്. യശോദ എന്താണ് ഗർഭകാലത്ത് പരീക്ഷണപ്പെട്ടതെന്ന് മോൾക്കറിയാലോ. എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ആ കുഞ്ഞുങ്ങളെല്ലാം സ്വന്തം ചേട്ടൻ തന്നെ കൊല്ലാൻ നിൽക്കുന്നു. ആ ഒരു അവസ്ഥ മോളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ആ സമയത്ത് എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് തന്റെ ഒരു കുഞ്ഞിന്റെ മുഖമെങ്കിലും കാണണം, ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെടണമെന്ന് ആ അമ്മ തീരുമാനം എടുത്തിട്ട് കാരാഗ്രഹത്തിലാ ആ അമ്മ കഴിഞ്ഞത്. അപ്പോ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോ മോൾക്ക് നേരിടുന്ന പരീക്ഷണമൊന്നും പരീക്ഷണേ അല്ല. അത് മാത്രം മോൾ ആലോചിക്ക്. പിന്നെ മോള് പറയാറുണ്ടല്ലോ ഇടക്ക്, മനസ്സിനെ അമ്മ മോളെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് കാണുന്നുണ്ടെന്ന്. ശരിക്കും മനസ്സിനി എന്ത് തെറ്റാ മോളോട് ചെയ്തത്? മനസ്സിന് കാരണമല്ലേ മോൾക്ക് മഹേഷിനെ കിട്ടിയത്? അതല്ല, മാധവ് ഇപ്പോഴും മോളുടെ മനസ്സിലുണ്ടോ? എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണത്? അല്ല, മഹേഷിനെ കിട്ടിയാൻ കാരണം മനസ്സിനെയാണ്. അങ്ങനെയും മനസ്സിനെടുത്ത് മോൾ കടപ്പെടണ്ടേ? പിന്നെ രചന, അതെങ്ങനെ പേടി സ്വപ്നമാവണത്? രചന മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് കണ്ടിട്ടല്ലേ മഹേഷിനെയും ചിപ്പിനെയും മോൾക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു പോയതിൽ ഒന്ന് മറ്റൊന്നിനെ ഒന്ന് ചീഞ്ഞത് മറ്റൊന്നിന്റെ വളമാവോ എന്ന് പറയണ പോലെ അല്ലേ മോളുടെ കാര്യം. മോളെ ഇപ്പൊ ശല്യം ചെയ്യണവരൊക്കെ തന്നെ മോൾക്കൊരു സമയത്ത് നല്ല രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് മോൾക്ക് ചിപ്പിനെ മഹേഷിനെയൊക്കെ കിട്ടിയത്. ആ രീതിയിൽ വിചാരിക്കും മോളെ. നോക്ക്, അങ്ങനെയൊക്കെ വിചാരിച്ച് മോൾ മുന്നോട്ട് പോവാ. മോൾക്ക് ഇപ്പൊ ദൈവം വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. മോളുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ പ്രസവിക്കുക, അത് മാത്രം മോള് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് കാണാം. മോൾ ഉപദ്രവിക്കാൻ ആരും വരില്ല മോളെ. എല്ലാം മോളുടെ മനസ്സിലെ തെറ്റിദ്ധാരണയാണ്. മോൾക്ക് ഒരു കുഴപ്പമില്ല. നോക്ക്, ആരോഗ്യമുള്ള കുഞ്ഞിനെ എന്റെ മോള് പ്രസവിക്കും. ഈ അച്ഛനല്ലേ പറയണത്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാ അച്ഛാ. ശരി എന്ന് മാഷും പറയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് നമ്മുടെ ഇഷിതയുടെ വയറ്റിൽ കുഞ്ഞ് അടിക്കാനും പിടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പൊ ഇഷിതക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. നമ്മുടെ ചിപ്പി മഹേഷിനോട് പറയണ്ട്, മഞ്ജുമപ്പനെ കൊണ്ട് ഈ വീട്ടിലെ പണിയെല്ലാം എടുപ്പിക്കണോ ഡാഡി എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് മഞ്ജുമനെ വിളിക്കുന്നുണ്ട്. ഇഷിതക്ക് വല്ലാത്ത മേലുവേദന. മഞ്ജുമ ഒരു കാര്യം ചെയ്യും, ഇഷിതക്ക് നല്ല ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ച് ചൂടാറ്റിയിട്ട് ഒന്ന് കുളിമുറി കൊണ്ടേ വെച്ചു കൊടുക്ക് എന്ന് പറയാണ്. മഞ്ജുമക്ക് ദേഷ്യം കൊണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭാഗമാണ് പ്രൊമോയില് കാണിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.